എവരിവൺ വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. മിസ് ആണ് മക്കളെ. നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ്റെ ഒരു ഡിസ്കോഴ്സ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ മിസ് എപ്പോഴും പറയാറുള്ളത് പോലെ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. സോ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മിസ്സിൻ്റെ പേര് അഭിരാമി എന്നാണ്, നിങ്ങൾക്ക് അബി മിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ മിസ് പറഞ്ഞതുപോലെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാടാ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മക്കളെ, നമ്മളിതാ എപ്പോഴും എക്സാമിന് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ എഴുതുക അല്ലേ. ലെറ്റർ തന്നെ നമുക്കറിയാം, രണ്ട് ടൈപ്പ് ലെറ്റേഴ്സ് ഉണ്ട്. ഫോമൽ ലെറ്റേഴ്സും ഇൻഫോമൽ ലെറ്റേഴ്സ് ഉണ്ട്. ഇനി എന്താണ് ഫോമലും എന്താണ് ഇൻഫോമൽ എന്ന് അറിയണ്ടേ? നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന്, അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിൻസിപ്പളിന് ലെറ്റർ അയക്കുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിന് ലെറ്റർ അയക്കുകയാണ്, എഡിറ്ററിന്, സിഇഒയ്ക്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് നമ്മൾ ലെറ്റർ അയക്കുന്നതിനെ നമ്മൾ ഫോമൽ ലെറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഫോമൽ ലെറ്റേഴ്സിന് നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ പാലിക്കണം. അതെന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇനി അതല്ലാണ്ട് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സിന് അല്ലാന്നുണ്ടെങ്കിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചിട്ട് ഫ്രണ്ട്സിനോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഇതാ കത്തയക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലെറ്റേഴ്സ് ആണെങ്കിൽ ഇൻഫോമൽ ലെറ്റേഴ്സ് ആയിരിക്കും. സോ ലെറ്റേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അയക്കുന്ന ലെറ്റേഴ്സിനെ ഇൻഫോമൽ ലെറ്റർ എന്ന് പറയും, അല്ലാണ്ട് ഒഫീഷ്യലി നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സിനെ ഫോമൽ ലെറ്റേഴ്സ് എന്ന് പറയും. ഇനി എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ക്രൈറ്റീരിയ നോക്കണ്ടേ? ഫസ്റ്റ് നമുക്ക് ഇൻഫോമൽ ലെറ്റർ നോക്കാം അല്ലേ. അപ്പോൾ ഇൻഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നോൺ ഒഫീഷ്യൽ ലെറ്റർ ആണ്. പേഴ്സണലായിട്ട് നമ്മുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പേരൻസിനോ റിലേറ്റീവ്സിനോ ഒക്കെ അയക്കുന്ന നോൺ ഒഫീഷ്യൽ ലെറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയും, ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ അൻവറാമസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അൻവറാമസ് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ സ്പീഡിൽ അങ്ങനെ പറയും, സംസാരിക്കുന്നതൊക്കെ ഭയങ്കര സ്പീഡിലാണ്. അപ്പം മിസ്സാണെന്നുണ്ടെങ്കിൽ അൻവറാമസിനോട് പറഞ്ഞ് മടുത്ത്, അൻവറാമസ് ഒന്ന് കുറച്ച് സ്പീഡ് കുറച്ച് പറയുമോ എന്ന് ചോദിച്ചു മടുത്തു. അവസാനം മിസ് എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്, എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം നമ്മുടെ അൻവറാമസിന് ഒരു ലെറ്റർ അയക്കുകയാണ്. അപ്പോൾ പേഴ്സണലി അൻവറാമസും മിസ്സും ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ് അയക്കുന്ന ലെറ്റർ ഇൻഫോമൽ ലെറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ഇതാ അൻവറാമസിന് ഒരു ലെറ്റർ അയച്ചാൽ അത് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ മക്കളെ, ആദ്യം തന്നെ അൻവറാമസിന് നമുക്ക് ലെറ്റർ അയക്കണമെങ്കിൽ ഫ്രം അഡ്രസ്സ് വേണം. ഫ്രം ആരാണ് അയക്കുന്നത്? ഞാനാണ് അല്ലേ. അപ്പോൾ എൻ്റെ പേരും എൻ്റെ അഡ്രസ്സും അല്ലേ, അഭിരാമി എൻ്റെ അഡ്രസ്സും അതൊക്കെ കൊടുക്കുക, ഫ്രം അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് കൊടുക്കുക, ഏത് ദിവസമാണോ നമ്മൾ ലെറ്റർ അയക്കുന്നത് ആ ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നെ സല്യൂട്ടേഷൻ വേണം അല്ലേ, ഡിയർ അൻവറാമസ് എന്ന് പറഞ്ഞിട്ട് അയക്കാം. നമുക്ക് ആ ഫ്രണ്ട്സ് അല്ലേ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ, സോ നമുക്ക് ഡിയർ യൂസ് ചെയ്യാം. എന്നിട്ട് മെയിൻ ബോഡിയിൽ നമുക്ക് എന്താണോ പറയാനുള്ളത്, അൻവറാമസിൻ്റെ സ്പീഡ് ഭയങ്കര ഓവർ ആവുന്നുണ്ട്, അതുകൊണ്ട് അത് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് മെയിൻ ബോഡിയിൽ നമുക്ക് പറയാം. അവസാനം നമ്മൾ ലീവ് ടേക്കിംഗ്, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, അടുത്തതിൽ നിങ്ങൾ സ്പീഡ് കുറച്ച് സംസാരിക്കുന്നു വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലീവ് ടേക്കിങ്ങും ക്ലോസിംഗ് ഫ്രേസ് യുവേഴ്സ് ലവിംഗ്ലി, യുവേഴ്സ് ട്രൂലി എന്നൊക്കെ പറഞ്ഞിട്ട് പേരും ഒപ്പും കൊടുക്കാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഇൻഫോമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഏതൊരു ചാപ്റ്ററിൽ നിന്നും നമ്മളോട് ഇൻഫോമൽ ലെറ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ആ ലെറ്റർ അയക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ലെറ്റർ അയക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട് അല്ലേ. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മൾ അയക്കേണ്ടത്. ഇനി അതല്ല, ഫോർമൽ ലെറ്റർ ആണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക, ഇത് നമ്മൾ ഒഫീഷ്യൽ പർപ്പസിനാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ മാനേജറിനോ പ്രിൻസിപ്പളിനോ എഡിറ്ററിനോ ഇവർക്കൊക്കെ അയക്കുന്നതാണ് നമ്മുടെ ഫോർമൽ ലെറ്റർ. ഇവിടെ കുറച്ചും കൂടെ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് വേണം. ഓക്കെ, മിസ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുകയാണ്, അൻവറാമസ് പറഞ്ഞിട്ട് സ്പീഡ് കുറയ്ക്കുന്നില്ല, അതുകൊണ്ട് അൻവറാമസിനെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് എന്ത് ചെയ്യാണ്, മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ചും കൂടെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളല്ല അല്ലേ, അപ്പോൾ ഒഫീഷ്യൽ കാര്യമാണ് അല്ലേ. ഒഫീഷ്യലായിട്ട് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഫ്രം അഡ്രസ്സ് വേണം, എൻ്റെ പേര്, അഡ്രസ്സ്, ഡേറ്റ് മിസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ടു അഡ്രസ്സ് വേണം, എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു നിവേദനം എന്തെങ്കിലുമൊക്കെ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. സോ ചീഫ് മിനിസ്റ്റർ കേരള, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുത്തു. പിന്നെ സല്യൂട്ടേഷൻ, നമുക്ക് അൻവറാമസിന് ലെറ്റർ അയച്ച പോലെ ഡിയർ എന്ന് പറഞ്ഞിട്ട് അയക്കാൻ പറ്റില്ല, റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മോം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അയക്കാം. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, സബ്ജക്റ്റ് വേണം. ഓക്കെ, ഫോർമൽ ലെറ്റർ അയക്കുമ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ അയക്കുന്നതെന്ന് നമ്മൾ സബ്ജക്റ്റ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ, നമുക്ക് പറയാനുള്ള കാര്യം ബ്രീഫ് ആക്കിയിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുക. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് സെക്കൻഡ് മെയിൻ ബോഡിയിൽ. അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീവ് ടേക്കിങ്ങും ക്ലോസിംഗ് ഫ്രേസും. ഓക്കെ, യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ട്, യുവേഴ്സ് ലവിംഗ്ലി എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ, യുവേഴ്സ് സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേരും ഒപ്പും. ഇതാണ് നമ്മുടെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്.
സോ മിസ് ഒരു മോഡൽ കാണിച്ചു തരാം. നമ്മുടെ ഫ്രം അഡ്രസ്സ്, ഡേറ്റ്, ടു അഡ്രസ്സ്, അതുപോലെ തന്നെ സല്യൂട്ടേഷൻ കൊടുക്കുന്നുണ്ട്, സബ്ജക്റ്റ് കൊടുക്കുന്നുണ്ട്, പാരഗ്രാഫ് വൈസ് ആയിട്ട് ലീവ് ടിക്കിങ്ങും ക്ലോസിംഗ് ഫ്രേസും ഒക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമൽ ലെറ്റർ ആയിക്കോട്ടെ ഇൻഫോർമൽ ലെറ്റർ ആയിക്കോട്ടെ, ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മിസ്സിൻ്റെ കുട്ടികൾ അടിപൊളിയായിട്ട് എഴുതുക. സോ ഈ ഒരു വീഡിയോ അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് മനസ്സിലായെങ്കിൽ താഴെ പെർഫെക്റ്റ് ഓക്കെ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.